മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര കാമ്പൗണ്ടിൽ കാവിക്കൊടി കെട്ടിയെന്നും ഗാനമേളയ്ക്കിടയിൽ RSSന്റെ ഗണഗീതം പാടിയെന്നാരോപിച്ചുകൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഗാനമേളയ്ക്കിടെയുള്ള വിവാദത്തിന് തൊട്ടുപിന്നാലെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ കാമ്പൗണ്ടിൽ കാവിക്കൊടിയും ദേവിയുടെ പട്ടുകളും ചേർത്ത് കൊടി കെട്ടിയ സംഭവത്തിലും കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയ്ക്കിടയിൽ RSSന്റെ പേരിലുള്ള ഗണഗീതം പാടിയെന്നും ആരോപിച്ചുകൊണ്ടാണ് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റായ അഖിൽ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. 11-ാം തീയതി വരെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. കോട്ടക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൽ തലേദിവസം ഉത്സവം തുടങ്ങുന്ന 5-ാം തീയതി തലേദിവസം RSSന്റെയും BJPയുടെയും ഒപ്പം തന്നെ ഉത്സവ കമ്മിറ്റിയായി നിൽക്കുന്ന കുറച്ചുപേരുടെയൊക്കെ നേതൃത്വത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് അവിടെ ബദ്രങ്ങിന്റെയും ഒപ്പം തന്നെ RSSന്റെയും ഒക്കെ പതാകയോട് ചേർന്നുള്ള കുറെ തോരണങ്ങളും കുടിമാരങ്ങളും അവിടെ കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് തന്നെ ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവിടുത്തെ ക്ഷേത്രോപദേശകരുടെ സെക്രട്ടറി പ്രസിഡന്റെയും വിളിച്ചറിയിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, അടിയന്തരമായി അത് നീക്കം ചെയ്തുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവിക അവർ ഇതിൽ പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞാണ്, ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് കൊടക്കൽ സ്റ്റേഷനിലും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിനും ഒപ്പം തന്നെ കമ്മീഷണർക്കും ഇത് പരാതി കൊടുക്കുകയുണ്ടായി. കാരണം ക്ഷേത്ര ആചാരം ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികൾക്ക് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമല്ല അവിടെ കൊടിതോരണങ്ങൾ കെട്ടിയിരിക്കുന്നത്. ക്ഷേത്ര വിശ്വാസത്തിനെതിരായി നടക്കുന്ന ഈ നീക്കത്തിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്റ്റേഷനിൽ സമീപിക്കപ്പെട്ടത്. ഈ പരാതിയിൽ പോലീസ് ക്ഷേത്ര ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകി. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഈ റോഡിൽ ആകമാനം അവർ കൊടികൾ വെച്ച് കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് മുൻവശത്ത് RSSന്റെ ഒരു കൊടിമരം സ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതൊന്നും പൊതുസ്ഥലത്ത് സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരം നടപടിക്രമങ്ങളുമായി ക്ഷേത്രത്തിന് മുന്നിൽ RSSന്റെയും BJPയുടെയും അനുഭാവികൾ നടത്തുന്ന ഈ ശ്രമം. ഒപ്പം തന്നെ ഇന്നലെ ക്ഷേത്ര ഉപദേശക കമ്മിറ്റി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് ആവശ്യപ്പെട്ടതിന് ശേഷവും അവർ കൊടിത്തോരണങ്ങൾ വിളിച്ചു കിട്ടുന്ന സമീപനമാണ് ഉണ്ടായത്. ഇത് മാറ്റുക മാത്രമല്ല, മാറ്റുന്നതുമില്ല, ഒപ്പം തന്നെ കൊടിത്തോരണങ്ങൾ കുറെ കൂടിയൊക്കെ കിട്ടുന്ന സമീപനമാണ് ക്ഷേത്രാങ്കണത്തിൽ. ക്ഷേത്രത്തിനകത്താണ് ഇത് എല്ലാം സംഭവിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്നിരിക്കുന്ന സ്ഥിതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിലുള്ളവർക്ക് നടത്തുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയിൽ RSSന്റേതെന്ന് പറയുന്ന ഗണഗീതം പാടിയതായിട്ടുള്ള പരാതിയും കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കോട്ടുക്കൽ സ്വദേശിയായ പ്രതിൻ നൽകുന്നത്. പ്രതിന്റെ പരാതിയിൽ കടയ്ക്കൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി. കോട്ടുക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ക്ഷേത്രത്തിൽ ഗാനമേള കാണാൻ പോയ സാഹചര്യത്തിൽ ഇന്നലെ RSSന്റെ നേതാവും സ്ഥാപകനുമായിട്ടുള്ള ഹെഡ്ഗേവാറിനെ പ്രതിനിധിച്ചുകൊണ്ടുള്ള നമസ്കരിപ്പു ഭാരതം അങ്ങേ എന്ന് പറയുന്ന അവർ RSSന്റെ ഗണഗീതം പാടുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷം RSS മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴിയിലെല്ലാം RSSന്റെ കൊടിതോരണങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തെ കായ്വൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരു വിശ്വാസി എന്ന രീതിയിൽ പരാതി കടയ്ക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടണമെന്നുമാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ക്ഷേത്ര ഉപദേശക സമിതി പറയുന്നത് വർഷങ്ങളായി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന കാര്യമാണെന്നും ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു കൊടികളും ക്ഷേത്രത്തിൽ കെട്ടിയിട്ടില്ലെന്നും ദേവിയുടെ പട്ടും കൊടിയും മാത്രമാണെന്നും അത് ഹൈന്ദവ വിശ്വാസമനുസരിച്ചുള്ളവയാണെന്നുമാണ്. പരാതിയെ പറ്റി ഒരു ഉപദേശക സമിതി അങ്ങനെ തന്നെ കൊടുത്തതായിട്ട് നമ്മൾ അറിയാൻ സാധിച്ചു. സത്യത്തില് നിരവധി വർഷമായിട്ട് ഈ ക്ഷേത്രത്തില് കൊടിയോറങ്ങൾ കെട്ടുകയും വളരെ സമാധാനപരമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കോട്ടുക്കൽ ദേവീക്ഷേത്രം. അപ്പൊ ആ പരാതിക്ക് അടിസ്ഥാനമില്ലാത്തൊരു പരാതിയാണ്. ആ പരാതി നൽകിയ വ്യക്തി ഉപദേശക ആണെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. കൊടിതോരണങ്ങൾ കാവിക്കൊടി, അതുപോലെ ദേവിയുടെ ചുവന്ന ധ്വജം ഉൾപ്പെടെ നിരവധിയായ അലങ്കാര പ്രവർത്തനങ്ങൾ ക്ഷേത്രഫലം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ചിഹ്നമോ അല്ലെങ്കിൽ അടയാളങ്ങളോ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പരാതിക്ക് തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. ഇത് ചില സ്ഥലങ്ങളിൽ ഉണ്ടായ നാണക്കേട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വിഫല ശ്രമമാണ് നടക്കുന്നത്. ഈ കേസെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കേസെടുപ്പിക്കും അല്ലെങ്കിൽ പരാതി കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യം മറ്റു ചില സ്ഥലങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ ചിഹ്നം കാണിക്കുകയും അവർക്ക് ജയി വിളിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിലെ സംഭവിച്ച് നിലവിൽ യാതൊരു സ്ഥിരമായ സാഹചര്യം മറ്റു യാതൊരു കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതങ്ങനെ പോവുകയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയിൽ ഏത് പാട്ട് പാടണ്ട എന്നോ ഉപദേശക സമിതി പറഞ്ഞിട്ടില്ലെന്നും സിനിമാ ഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളും ക്രിസ്ത്യൻ പാട്ടുകളും ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള പാട്ടുകളാണ്
നാഗർകോവിൽ നൈറ്റ് ബോർഡ്സിന്റെ ഗാനമേളയിൽ ഉണ്ടായിരുന്നതെന്നുമാണ് ഉപദേശക സമിതി നൽകുന്ന വിശദീകരണം. ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള ഭാഗമായിട്ട് സിനിമ പാട്ട് പാടിയിട്ടുണ്ട്, ഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, ദേശഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിലൊന്നും ഉപദേശക സമിതി ഇന്ന പാട്ട് പാടണമെന്നുള്ള ആവശ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളാണ്, നാട്ടുകാരുടെ സഹായത്തോടെ നടക്കുന്ന പരിപാടികൾ. അതിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു പാട്ട് പാടണമെന്നും പറഞ്ഞിട്ടില്ല. അതിൽ ദേശഭക്തി ഗാനങ്ങൾ വന്നിട്ടുണ്ട്, ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, ഹൈന്ദവ ഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, സിനിമ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതിലൊന്നും നമുക്ക് ഉപദേശ സമിതി ഇന്ന പാട്ട് പാടണമെന്ന് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാട്ട് പാടണമെന്നുള്ള ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് ഇത്തരം പരാതികളുമായി ചിലർ മുന്നോട്ടു പോകുന്നതെന്നും ഉപദേശക സമിതിക്ക് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഉപദേശക സമിതി പ്രസിഡന്റ് പറഞ്ഞു.